നമസ്കാരം. മക്കളുടെ മനസ്സറിയാം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് വേണ്ടി പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട് സാറുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം സാർ. അപ്പൊ നമ്മള് 1 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ചയെക്കുറിച്ചും അവരിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും സ്കൂളിൽ പോകുമ്പോഴുള്ള മാറ്റങ്ങളെല്ലാം കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പൊ സാർ, ഇനിയിപ്പോ 16 വയസ്സാവുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവുന്ന മാറ്റം, അവരിപ്പോ കുഞ്ഞുങ്ങൾ എന്നുള്ളത് മാറി ഒരു ടീനേജ് പ്രായമായി കൗമാരക്കാരായിക്കൊണ്ടിരിക്കുക. അപ്പൊ അവരിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ 16 വയസ്സെന്ന് പറയുന്നത് കൊച്ചുകുട്ടിയല്ല. അവന് കൗമാരത്തിലേക്ക് കടത്തുമ്പോഴും അച്ഛനമ്മമാരോടൊപ്പം വളർച്ചയിലെത്തിക്കഴിയുന്നത്. അല്പം വളർച്ച കൂടി വേണ്ടി വരുന്നതേ ഉള്ളൂ. അത് ശാരീരിക വളർച്ച എന്ന് വെച്ചാൽ ഉയരമെല്ലാം കറക്റ്റായി. പിന്നീടുള്ളത് മാനസികമായ വളർച്ചയും അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെയാണ് വേണ്ടിയിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഞാനൊരു അല്പം മുതിർന്ന ആളായി എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്ന സമയമാണ് ഈ 16 വയസ്സ്. ഇതിന് 16 വയസ്സ് സന്തോഷവും സന്താപവും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയൊക്കെ അവനിലൂടെ കടന്നു പോകും. ഈ 16 വയസ്സിൽ ഈ പ്രായത്തിൽ ഈ അനുസരണയില്ലായ്മ, മോനെ നമുക്ക് അവിടെ വരെ ഒന്ന് പോകണമല്ലോ എന്ന് പറഞ്ഞാൽ വലിയ അത്യാവശ്യമായിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ ഈ മക്കൾ, ഈ 16 വയസ്സുകാരി വരും കേൾക്കത്തില്ല. എനിക്ക് വേറെ കാര്യമുണ്ട്, എനിക്കൊന്ന് ട്യൂഷന് പോകണം, അല്ലെങ്കിൽ എനിക്കൊന്ന് മറ്റൊന്നിനും പോകണം, ഇതായിരിക്കും. അതുപോലെ തന്നെ അച്ഛനമ്മമാരുടെ നിർദ്ദേശങ്ങൾ അല്പവും തിരിക്കൊള്ളാതെ പോകുന്ന ഒരു സമയമാണ്. അതുപോലെ ഈ ഒരു അപകടം പിടിച്ച പല കാര്യങ്ങളിലേക്കും ഇവനെടുത്തിയാടും. അത് ഈ രക്ഷകർത്താക്കൾ ഭയങ്കര സൂക്ഷ്മതയോടെ ആയിരിക്കും, മോനെ അവിടെ പോലെ നീ അങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ അപകടപരമായ എല്ലാ കാര്യങ്ങളിലേക്കും ഇവൻ എടുത്തു ചാടിയേക്കാം. അങ്ങനെയുള്ള പെരുമാറ്റങ്ങളാണ് ഈ 16 വയസ്സുകാരിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ സമയം എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ നല്ല കാലം കരുപ്പിടിപ്പിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ സമയം തന്നെയാണ് ഈ 16 വയസ്സ്. പാഠ്യ വിഷയത്തിലേക്കൊക്കെ ആണെങ്കിൽ തന്നെയും, അതുപോലെ തന്നെ ഒരു നീറ്റ് പരീക്ഷ എഴുതണമെങ്കിലും മറ്റുള്ള പരീക്ഷകളൊക്കെ എഴുതണമെങ്കിലും നല്ല മാർക്ക് മേടിക്കണമെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകണമെങ്കിലും ഒക്കെ ഈ 16 വയസ്സിലെ പെർഫോമൻസാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. ഇവരിൽ സംഗീതം, കല, സാഹിത്യം ഇതൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് എടുത്ത് ചാടിയ അതിലൊക്കെ ഇടപെടുന്ന ഒരു സമയമാണ് 16 വയസ്സ്. ഇത്തിരി കലാവാസന ഉണ്ടെങ്കിൽ ഈ സമയം അത് പ്രകടിപ്പിച്ചിരിക്കും. അതുപോലെ തന്നെ കളികൾ, എന്തായാലും സ്പോർട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അവന് അല്പസമയമെങ്കിലും ഈ പ്രായത്തിൽ സ്പോർട്സിനൊക്കെ ഉള്ള കാര്യങ്ങളിലെല്ലാം ഈ 16 വയസ്സുകാരന് ഇഷ്ടമായിരിക്കും. പഠനം ഉണ്ടെങ്കിൽ തന്നെയും അതിലല്പം പങ്കെടുത്തിരിക്കും. അതിൽ താല്പര്യമുള്ള കുട്ടികൾ. അവരുടെ വളർച്ച മന്ദഗതിയിലായിട്ട് മാറും. 16 വയസ്സ് വരെ വളർച്ച വളരെ സ്പീഡിലായി വന്നിരുന്നത് മന്ദഗതിയായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയരം വെക്കുന്നത് കുറയും. ആണിനും പെണ്ണിലും പിന്നെ ഉയരം വെക്കില്ല. പക്ഷേ ശാരീരികമായ വ്യത്യാസങ്ങൾ വരാം. അവൻ്റെ തലമുടിയിലും അതുപോലെ തന്നെ മുഖത്തും ഒക്കെ ആൺകുട്ടികളാണെങ്കിൽ വരാം. അതുപോലെയുള്ള വ്യത്യാസങ്ങൾ എല്ലായിടത്തും വരാം. പിന്നെ തൻ്റെ കാഴ്ചഭംഗിയെക്കുറിച്ച് എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുക. അത് 13 വയസ്സ് തുടങ്ങിയ കണ്ണാടിയുടെ ഫ്രണ്ടിലൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കും. അത്തരം കാര്യങ്ങളിലെല്ലാം ഈ കാര്യത്തിൽ ഇവർ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ വസ്ത്രത്തിലൊക്കെ ഫാഷൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഈ 16 വയസ്സുള്ള കുട്ടികളാണ്. വാസ്തവത്തിൽ ഫാഷൻ എങ്ങനെയുണ്ട്, എല്ലാ ഫാഷനിലും ലേറ്റസ്റ്റ് ട്രെൻഡ് ഫാഷനുകൾ പിടിക്കാനായിട്ട് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അവരിൽ വേറൊരു സ്ഥലം, നമ്മുടെ ശരീരത്തിലെ ആകാരഭംഗണം, മസിൽ പെരുപ്പിച്ച് എൻ്റെ മസിലൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ പിള്ളേർ കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന സമയമാണ് ഈ 16 വയസ്സ്. ഈ 16 വയസ്സിൽ ഈ തീരുമാനങ്ങൾ അവർക്ക് സ്വയം എടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടാകും. തീരുമാനങ്ങൾ അവർക്ക് മറ്റാരും പറയുന്ന പോലെ അല്ല. അവർ മറ്റാരെങ്കിലും പറയുന്ന അതുപോലെ കേൾക്കാൻ അവർ തയ്യാറല്ല. അവരുടെ മനസ്സിനത് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവരത് ഉൾക്കൊള്ളുകയുള്ളൂ. അപ്പോൾ അവരോട് ഇടപെടുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാമോ? അവരെ കൂടെ മുൻനിർത്തി വേട്ടുള്ള ഒന്നായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ കൂട്ടുകാരെ പോലെ അവരോട് ഇടപെടുക. കൂട്ടുകാരോട് ഇടപെടുമ്പോൾ അവരുടെ മനസ്സിനകത്തേക്ക് കയറാൻ കഴിഞ്ഞ് അതുവഴി ഒരു മാറ്റം മാത്രമേ വരൂ. അല്ലാതെ നമ്മൾ പറയുന്ന അതേ വഴി അനുസരിച്ചോ അല്ലെങ്കിൽ പിരാകിയാലോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്താലും ഒന്നും അവരിലൊരു മാറ്റം വരുത്താനൊക്കത്തില്ല. അവരിൽ ഒരാളായി മാറി അവരിൽ വേണ്ട മാറ്റങ്ങൾ വരണമെന്ന് അവർക്ക് തന്നെ തോന്നത്തക്ക രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ പ്രായത്തിൽ വേണ്ടിയിരിക്കുന്നത്. ഈ പ്രായത്തിൽ മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട്. മദ്യം, മയക്കുമരുന്ന് അതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഈ പ്രായത്തിൽ ഈ കുട്ടികൾ ചാടിപ്പോവാം. അപ്പോൾ അത്തരം അവസരങ്ങൾ, ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. വീട്ടിൽ അച്ഛനമ്മ മദ്യപിക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ കുട്ടികളെ അത്തരം കാര്യങ്ങളിലേക്ക്, ഞാൻ ചിലർക്കറിയാം വിശേഷമല്ലേ അവനൊരല്പം തൊട്ട് കൊടുത്തോട്ടെ എന്നുള്ള ഒരു സമീപനം ചില രക്ഷകർത്താക്കളുടെ ഇടയിൽ കാണാറുണ്ട്. അതെപ്പോഴും അത് തെറ്റാണ്. കാരണം
എനിക്ക് ഒരു ബ്ലാങ്ക് ചെക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നു എന്നാണ് അവന് തോന്നുന്നത്. എൻ്റെ അച്ഛൻ മദ്യപിക്കില്ല, അപ്പോൾ ഞാനും മദ്യപിക്കരുത് എന്നൊരു മനോഭാവം അവനിൽ ഉണ്ടാകും. പക്ഷേ ഇങ്ങനെ കാണിക്കുമ്പോൾ എൻ്റെ വീട്ടിലോ അതിനൊന്നും ഒരു പ്രശ്നമില്ല എന്ന് വരുമ്പോൾ അവനത് ആ ലെവലിലേക്കൊക്കെ ഈ മോശമായ രീതികളിലേക്ക് നീങ്ങാനിടയാകും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെ കൃത്യമായി തന്നെ രക്ഷകർത്താക്കൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് ഈ 16-ാമത്തെ വയസ്സ്. അത് വളരെ ശരി തന്നെയാണ്. ഓക്കെ സാർ, താങ്ക് യു.